പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇവിടെ നമ്മൾ ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അങ്ങ് കനിവോടെ തെക്കൺ പാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനേകം മക്കൾ അനേകം ഭൂഖണ്ഡങ്ങളിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദിച്ചുയരുന്ന പ്രഭാതത്തിലെ എങ്ങനെയാണ് ഇരുട്ട് നീങ്ങി പോണതുപോലെ കർത്താവേ, പ്രാർത്ഥനയുടെ ശക്തിയാൽ മക്കളുടെ മനസ്സിലുള്ള ഇരുട്ട്, പല സങ്കടങ്ങളുടെ ഇരുട്ട്, രോഗങ്ങളുടെ ഇരുട്ട്, നിരാശയുടെ ഇരുട്ട് കർത്താവ് നീങ്ങിപ്പോയി പൂർണ്ണമായ അനുഗ്രഹത്തിൻ്റെ സൂര്യപ്രകാശത്തെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ കുളിച്ചു നിൽക്കട്ടെ. കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ. കർത്താവ് എല്ലാ മക്കളുടെയും നെറ്റിയിൽ നീ കുരിശു വരക്കണമേ. ഈശോയെ, എല്ലാവരെയും കർത്താവെ നിന്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മുദ്ര വെച്ച് വിശ്വാസത്താൽ നിന്റെ മുദ്ര വെച്ച് പോകുന്ന ഓരോ മകനും മകളും അവരിന്ന് ചെന്നെടുത്തുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വക്താക്കളാകാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശാരീരിക രോഗപീഡിതരെ കർത്താവ് ഏറ്റെടുക്കണമേ. കടഭാരമുള്ളവരെ ഏറ്റെടുക്കണമേ. കർത്താവ് ജപ്തി നടപടിയിലേക്ക് വീണുപോയവരെ ഏറ്റെടുക്കണമേ. അവർക്ക് പുതിയ മാർഗങ്ങൾ കർത്താവെ, നിങ്ങൾക്ക് അജ്ഞാതമായ ആഹാരം എനിക്കുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ട് കർത്താവെ, അതുപോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി നിങ്ങൾക്ക് കൈവശമാക്കുമെന്ന് ജോഷുവയിലൂടെ ദൈവത്തിൻ്റെ വചനം സ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്വന്തം ബുദ്ധിയോ കഴിവോ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് നിന്റെ ബുദ്ധിയിൽ നടക്കുന്ന വിഷയത്തിലേക്ക് അവരുടെ മക്കളെ അങ്ങനെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല കാര്യങ്ങളും പല വിഷയങ്ങളാകുന്നത് അവർക്ക് കഴിവില്ലാതെ വരുമ്പോഴാണ് ഈശോയെ. അവർക്ക് അതിനുള്ള കഴിവ് പണമോ ഇല്ലാതെ വരുമ്പോഴാണ് ഈശോയെ. ആരോഗ്യമില്ലാതെ വരുമ്പോഴാണ് ഈശോയെ. അപ്പോഴതെല്ലാം കർത്താവ് നിന്റെ സ്പേസാണെന്ന് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കർത്താവ്, നിനക്ക് എന്തെല്ലാം ഇല്ലായ്മ വരുന്നോ അതെല്ലാം നിന്റെ ഉള്ളായ്മ അവർക്ക് അനുഭവിക്കാനുള്ള സ്പേസാണെന്ന് കർത്താവ് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈശോയെ. നിന്റെ അതുപോലെയുള്ള
വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ കരുണ തോന്നണം. സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് നീ ചോദിച്ചു. 5:17 യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ സർവ്വാരോഗ്യ പറഞ്ഞു, കർത്താവ് വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോയെ അവനോട് പറഞ്ഞത്, കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്കാൻ. ഇല്ലായ്മയുടെ എല്ലാ അവസരങ്ങളിലും കർത്താവെ കൈനീട്ടി തന്നുകൊണ്ട് ഞങ്ങളെ പിടിച്ചു നടത്തുന്നവനെ പത്രോസിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ, സർവ്വാരോഗ്യയെ വെള്ളത്തിൻ്റെ അരികിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ കർത്താവെ തളർന്നു കിടക്കുന്ന മനസ്സുകളെ നീ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കുറിച്ചു വെക്കാൻ പറ്റിയ ഓർമ്മക്കല്ലായി മാറാൻ വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവെ നീ കൊടുത്ത അനുഗ്രഹത്താൽ മക്കൾ ഓർത്തിരിക്കുവാൻ വേണ്ടി അവർക്ക് സൗഖ്യമായി, സമാധാനമായി, അവർക്ക് സന്തോഷമായി കർത്താവെ നിന്റെ അടയാളവും സാന്നിധ്യം വ്യക്തമാക്കണമേ. ദൈവത്തിൻ്റെ കരുണയാൽ നീ പോകുന്ന ഇടങ്ങളിൽ നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സാന്നിധ്യവും സൗഖ്യവും വിടുതനുഭവിക്കാൻ ഇടയാക്കണം. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, നടന്ന് നീ കുരിശിൻ്റെ ചുവട് വരെ എത്തിയതുപോലെ ആ കുരിശിനെപ്പോലും അതിജീവിച്ചുകൊണ്ട് നീ നിന്റെ തിരുക്കുമാരനെ മടിയിലേറ്റിയതുപോലെ അവൻ്റെ ശവക്കല്ലറ അനുദപിച്ചുകൊണ്ട് വീണ്ടും നീ പ്രാർത്ഥനയെ തുടർന്നതുപോലെ പ്രത്യാശയുടെ നീ നിന്റെ സ്വർഗാരോഹണത്തിൽ ഭൂലോകരാജ്ഞയായി മുട്ടിധരിപ്പിക്കപ്പെട്ട നിന്റെ സുവിശേഷ ജീവിതത്തിൻ്റെ പാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോ അനുഭവവും മരിയൻ അനുഭവമായി മാറാൻ ഞങ്ങളുടെ ഓരോ സാക്ഷ്യവും മരിയൻ സാക്ഷ്യമായി മാറട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിൻ്റെ സമാധാന തകർച്ചകൾ, ശരീരത്തിൻ്റെ ആരോഗ്യ തകർച്ചകൾ, ജീവിതത്തിൻ്റെ എല്ലാ വരുമാന തകർച്ചകളുടെ മേലെല്ലാം ദൈവം ഇടപെടട്ടെ. നിന്നെ കുരുക്കിയ, നിന്നെ സങ്കടപ്പെടുത്തിയ, നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ നിനക്ക് ചിലപ്പോൾ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുൻപും പുറകും നോക്കാതെ നിന്നെ നീയായി നോക്കി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 2-3 വചനങ്ങൾ ഒരുമിച്ച് വായിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർമ്മക്കല്ല്. ജോഷുവ നാട്ടിയ ഓർമ്മക്കല്ല്. ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ, പഴയ നിയമത്തെ പുതിയ നിയമത്തുമായിട്ട് കണക്ട് ചെയ്യണത് ഓർമ്മ എന്ന ഒറ്റ വാക്കിലാണ്. ഓർമ്മ. എല്ലായിടത്തും ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി അടയാളങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്. ഇത് മനോഹരമാണെന്നറിയാം. ഇതൊക്കെ കേൾക്കാം. ജോഷുവയുടെ പുസ്തകം 4:22. ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. വാഗ്ദാന നാട് പ്രാപിക്കുക 40 വർഷത്തിന് ശേഷം യാത്രയ്ക്ക് ഒടുവിലെ വാഗ്ദാന നാട് ജോഷുവയും സംഘവും പ്രാപിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഇത് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ആ കല്ലൊരു നാട്ടുകയാണ്. 12 കല്ല് കൊണ്ട് നാട്ടുവരുന്നത്. ആ ഉണങ്ങിയ നിലത്തുനിന്ന് എടുത്ത 12 കല്ലുകൾ 12 ഗോത്രങ്ങളുടെ പ്രതീകമായിട്ട് ഇവർ കരയിൽ നാട്ടും. ഇപ്പം തുടങ്ങിയല്ല ഈ ഓർമ്മ. എന്തെല്ലാം ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഓർമ്മശിലകൾ അവർ നാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓർമ്മശിലകൾ നാട്ടിയാണ് അവർ വാഗ്ദാന നാട് പ്രാപിക്കുന്നത്. നമ്മൾ സ്വർഗീയ ജസയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാകണം ദൈവാനുഭവത്തിൻ്റെ ഓർമ്മശിലകൾ. ഞാൻ എൻ്റെ മുറി സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ 4 വയസ്സ് എൻ്റെ അപ്പനുമായിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അരികിൽ കൂടി അപ്പൻ നക്ഷത്രങ്ങളെ കാണിച്ച് മിന്നാമിനുകളെ കാണിച്ച് നടത്തുന്ന ഒരു പ്രായമാണത്. അപ്പോഴും ഞാൻ ചെമ്പരത്തിക്കാട്ടിൽ കർത്താവിനെ കണ്ടു. കർത്താവിൻ്റെ തിരുമുഖം, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ അമ്മ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ മുറുക്കിടുപാടുന്ന തിരുമുഖം ചെമ്പരത്തിക്കാട്ടിൽ ഞാൻ നിലാവ് വെളിച്ചത്തിൽ കണ്ടു. അന്നാണ് ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷമാണ് എനിക്ക് പിന്നീട് വളരുമ്പോൾ ഈശോയുടെ കൂടെ വരണമെന്നും വളരണമെന്നും മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹവും ദൈവവിളി ഉണ്ടായത്. ദൈവം നമ്മളെ കണ്ട കാര്യം, ദൈവം നമ്മൾ അനുസ്മരിച്ച കാര്യം നമ്മൾ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ ഓർക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഓർത്തിരിക്കണം. നിങ്ങളുടെ കഴിവായിട്ട് ക്യാമത്വമായിട്ട് നിങ്ങളെ കെട്ടിയെഴുന്നേൽപ്പിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ വിട്ടിട്ട് പോകുന്നത്. കാര്യം അതെല്ലാം നിൻ്റെ നോട്ട് ബൈ മിനിറ്റ് കിട്ടിയതാണ്. അതുകൊണ്ട് ഇന്ന് ദൈവവേദന, എന്നെ കേൾക്കുന്ന ദൈവവേദന, കർത്താവിന് ഓർക്കാൻ വേണ്ടി ഓർമ്മശിലകൾ നിൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെടണം. ഏതെല്ലാം നിനക്കൊരു അടയാളം ഉണ്ടാണ്, എവിടെ നിന്നെല്ലാം നീ കടന്നു പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ ഓർമ്മകൾ. അതുകൊണ്ട് എന്താ ബൈബിൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക് 103 സങ്കീർത്തനം 2 എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അനുഗ്രഹം മറന്നു പോകുന്നതാണ് നീചത്തരം എന്ന് പറയുന്നത്. പിന്നെ അനുഗ്രഹം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാര്യം അനുഗ്രഹം മറന്നാൽ നീ ദൈവത്തെ മറക്കും. കാര്യം നീ എന്ന് പറയുന്ന ദൈവാനുഗ്രഹം തന്നെയാണ്.
അത് സങ്കീർത്തനം എടുത്ത് 137:5. ജെറുസലേമേ നിന്നെ ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ യഹോവേ നിന്നെ ഞാൻ മറക്കുമെങ്കിൽ എന്റെ വലതു കൈ എന്നെ മറക്കട്ടെ. എന്തൊരു വൈകാരിക തീഷ്ണതയാണ് ഈ ആത്മബന്ധത്തിനുള്ളത്. ആത്മബന്ധം തീഷ്ണമായതുകൊണ്ടാണ് നമ്മൾ ഓർത്തോർത്തിരിക്കുന്നത്. ഞാൻ തകർന്നു പോയൊരു കാലം ഉണ്ടായിരുന്നു 1989. പക്ഷെ അന്ന് എൻ്റെ മുറിയിലോട്ട് ഒരമ്മ വന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാതാവിൻ്റെ രൂപം. ഞാനതെടുത്ത് എൻ്റെ മുറി വെച്ചു. ഇന്ന് നിങ്ങൾ എൻ്റെ മുറി വന്നു കഴിഞ്ഞാൽ ഞാൻ പോയ ഇടവകളിലെല്ലാം അന്ന് മുതലാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് എന്നെ സന്ധിച്ച് നേരത്തെ പ്രവർത്തിച്ച് അവസാനം പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ജീവചരിത്രത്തിൽ ഇതെല്ലാം തെരുവിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാം ഞാൻ വന്ന വഴികളെല്ലാം അത് ഓർമ്മയായിട്ട് എൻ്റെ മുറിയിൽ ഇന്ന് ഞാൻ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും ആ ലൈറ്റിങ് തെളിഞ്ഞുകൊണ്ട് നിൽക്കും. എന്താണ് മാതാവിൻ്റെ മുമ്പിൽ. ജൂൺ 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേക്ക് വന്ന് 89. ഇന്നിപ്പോൾ എല്ലാ സമയത്തും എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയായിട്ട്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഓർമ്മയുടെ ബന്ധമാണ്. നിങ്ങളത് നിയമാവർത്തനം 15:15 എടുത്തേ. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത്. അതായത് കർത്താവ് പണ്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുമ്പോൾ ടു ദിസ് ഇൻ മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുർബാന പോലും ആ ഓർമ്മയാണ്. കുർബാന കൂടുമ്പോൾ നിങ്ങൾ ആ ഓർമ്മയാണ് ആചരിക്കുന്നത്. അന്നത്തെ സ്നേഹത്തെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ്. കർത്താവ് എപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കുവിൻ, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമ്മൾ കുർബാന കൂടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നുവെന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന. അതിനൊക്കെ വലുത് നമുക്കൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചെയ്യാനില്ല. കാര്യം അവൻ നമുക്ക് വേണ്ടി സ്നേഹിച്ച ആ ശൂന്യവൽക്കരണത്തെ നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൻ്റെ ഉയർത്തുന്നതിൻ്റെ മഹത്വത്തെയും നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ഓർമ്മയാണ് ദൈവത്തോട് ബന്ധത്തിൻ്റെ നമ്മളെ നിലനിർത്തുന്ന മർമ്മം. ഓർമ്മ മർമ്മമാണ്. മക്കളെ, ഈ പ്രാർത്ഥന ഒരിക്കലും കുറവില്ല, ഒരിക്കലും പ്രാർത്ഥന കൂടുതലാകത്തുമില്ല. നിങ്ങൾക്ക് തോന്നുന്നു നിനക്ക് വല്ല വട്ടം പിടിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാന്ന് പറയും. പക്ഷേ പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ശത്രുക്കളുണ്ടായിരിക്കും. പ്രാർത്ഥന ഒരു വരമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്താൻ വേണ്ടി ചുറ്റും ശത്രുക്കളുണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരുത്തൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയാണെന്ന്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ക്ലിയറല്ലേ? നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നില്ലേ കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിലേക്ക് വന്നാൽ ഓർക്കുക, നിൻ്റെ ശത്രു അന്ന് വരെ മിത്രമായിരുന്ന ആൾ കുടുംബത്തിൽ തന്നെയുള്ളവർ ശത്രുവായിട്ട് മാറും. പക്ഷെ അവരുമായിട്ട് നീ കടിപിടിക്ക് പോരുത്, ബുദ്ധിയല്ലത്. അവരോട് സൗമ്യമായിട്ട് നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. നിൻ്റെ ശത്രുവായ പിശാച്ച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ഈ ബന്ധുക്കളിലൂടെയും സ്വന്തപ്പെട്ടവരിലേക്ക് പോയിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദീപം നിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലിക്കെടുത്താൻ നോക്കും. അപ്പോൾ അവിടെ കഴുത്ത കയറാൻ ഈശോ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് അവരെ അടക്കി ഒതുക്കാൻ വേണ്ടി ദാർഢ്യങ്ങൾ കാണിക്കരുത്. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ച് സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അപ്പോഴേ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസത്തിനെതിരെ ഒരു പ്രലോഭനമോ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമ്പോഴേ അവരെ തിരിച്ചാക്രമിക്കുകയല്ല ചെയ്യണത്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് വിശ്വാസത്തിന് തക്ക സ്നേഹനിർഭരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പോലും ഞെരുക്കത്തിൻ്റെ സമയത്ത് സഭയ്ക്ക് നൽകിയ ഉപദേശം എന്താണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും
അനേകം കഷ്ടപ്പാടുകളിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22. നടപടി പുസ്തകം 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും വിശ്വാസത്തിൽ നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, വിശ്വാസത്തിനെതിരായി എപ്പോഴും സ്വന്തം കുടുംബത്തിന് തന്നെ ആക്രമണങ്ങൾ ഉണ്ടാകും. ആക്രമണം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ പ്രത്യാക്രമണം ചെയ്യരുത്, പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ചില സമയത്ത് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ചൈതന്യത്തിൽ പോണ കാരണം വല്ല അലപരാധികൾക്കും ജോലി വാങ്ങിച്ചു കൊടുത്താലും നമുക്ക് തരത്തില്ല. നമ്മളെ ഒറ്റപ്പെടുത്തുകയും സൈലൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, ദൈവം നിന്നെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്നെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കൈയിട്ടിച്ച് കർത്താവ് വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഗലാത്യർ 5:6 വെച്ചാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. വിശ്വാസം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അത് ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ സ്നേഹമുണ്ടാകണം. പല ആൾക്കാരുടെ സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വേഗത വർദ്ധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേഗത വർദ്ധിക്കും. സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെയ്യുന്ന കാര്യങ്ങൾക്ക് സന്തോഷമുണ്ടാകും. എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിലേ നമുക്ക് സന്തോഷമുണ്ടാകും. അതാണ് 13:44 കണ്ടത്. അവൻ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങുന്നു. അപ്പോൾ വേഗത, സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കാര്യം ഉടമ്പടി പ്രവർത്തനത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അതിന് വേഗതയുണ്ടോ? അതിൽ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടോ? ദാറ്റ് യു ഡിസൈഡ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി സാക്ഷ്യങ്ങളിലെ ഉടമ്പടി പ്രവർത്തനങ്ങളിലെ വേഗതയോടെ സന്തോഷത്തോടെ സർവോപരി ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഈ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ വേഗത വരണമെങ്കിൽ, സന്തോഷം വരണമെങ്കിൽ, ദൈവസ്നേഹം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി വചനം പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് 1 പത്രോസ് 4:11. ശ്രുതികട ഹല്ലേലൂയ. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതായത് ഇപ്പം നിങ്ങൾ പ്രസംഗിക്കുന്നില്ല, നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സാക്ഷികളടങ്ങിയ പത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പ്രസംഗിക്കുന്നതിന് പകരമാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ എല്ലാവർക്കും ചാതുര്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ജോലി ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. വേദനപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഇത് വായിക്കുന്നുണ്ട്. ഇപ്പം ഇത് അമലു പറഞ്ഞെന്താ വെച്ചാൽ, അമലു പറഞ്ഞത് എന്നോട് പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് കൃപാസനത്തിലെ പത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയെന്നാണ്. അപ്പം ചില ആൾക്കാരുടെ അനുഭവം അതാണ്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ, സന്തോഷത്തോടെ ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളിത് ആടമുതുകത്ത് വെച്ച് കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ വരും എന്നെ പറയുമോ, എന്നെ കളിയാക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പമ്മിയാണ് പോകണമെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നീ സന്തോഷത്തോടെ ചെയ്യുന്നില്ല, നീ വേഗത്തോടെ ചെയ്യുന്നില്ല, നീ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ പണ്ട് പത്രപ്രേക്ഷക പ്രവർത്തനം ഹോസ്പിറ്റൽ മിഷൻ എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ചാരിറ്റി മിഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത്. പണ്ട് പത്രം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റൽ മിഷൻ ഉണ്ടായിരുന്നു, ആശുപത്രി കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണം. അഖണ്ഡജപമാല നടത്തിയിട്ടാണ്. കാര്യം അവർ ദൈവസ്നേഹം നിറഞ്ഞ സുവിശേഷ വേലയുടെ ചൈതന്യത്തോടെയാണ് അവർ ചെയ്യണത്. ഇപ്പം നിങ്ങളെന്താ ചെയ്യണത്? ഉടമ്പടി എടുത്തു, അതിനകത്ത് അങ്ങനെ ഒരു ഡിമാൻഡുണ്ട്, എന്നാൽ പിന്നെ ആരെങ്കിലും പെട്ടിക്കൊണ്ട് കെട്ടിവെച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മൂഡിലാണ് ചെയ്യണത്. അതുകൊണ്ട് ഇത് ചിറക്ക് വിജയിക്കാത്തതിൻ്റെ കാരണം അതാണ്. കാര്യം ഇതിൻ്റെ സന്തോഷം ഉണ്ടാകണം, വേഗത ഉണ്ടാകണം, പിന്നെ എന്താണ് അതിനെല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്ന ദൈവസ്നേഹം ഉണ്ടാകണം.
ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ 3 വികാരം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഇതും കൂടെ പുറത്തിറങ്ങി കർത്താവിന് വേണ്ടി വേറെ ചെയ്യാൻ. അല്ലെങ്കിൽ അത് ന്യൂമറിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ആയിപ്പോവും. നിങ്ങൾക്കറിയാമോ, ടെക്നിക്കലായിട്ട് ചെയ്താലും സംഖ്യാപരമായിട്ട് ചെയ്താലും, ഇപ്പം ഇന്ന ചെറിയ സംഖ്യാപരമായിട്ട് 10 പത്രം കൊടുത്ത് 15 പത്രം കൊടുത്ത് സംഖ്യ എണ്ണി പറയും, സംഖ്യാപരം ന്യൂമറിക്കലായിട്ട്. അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്കേതികമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉടമ്പടിക്കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചെയ്യുന്നു സാങ്കേതികമായി. ഇങ്ങനെ 2 ചെയ്താൽ ഈ സംഭവം ഉടമ്പടി കത്തത്തില്ല. ഇത് കത്തുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ദൈവസംഘത്തോടെ തന്നെ ചെയ്യേണ്ടി വരും, ദൈവസംഘത്തോടെ ചെയ്യേണ്ടി വരും. അത് വളരെ സീരിയസ് ആണ്. പക്ഷേ ദൈവസംഘത്തോടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 Petrus 4:11 ഒന്ന് വായിച്ചേ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. ഇത് പ്രസംഗമാണല്ലോ നിങ്ങൾ ചെയ്യണത്. അത് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവല്ല. ജോസഫ് അച്ഛൻ പറഞ്ഞ് കൃപാസനത്തിൽ ചെന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യരുത്, വിജയിക്കത്തില്ല. ജോസഫ് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്താൽ ഇത് വിജയിക്കത്തില്ല. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട്, കർത്താവാണ് എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഒരു അപ്പോസ്തലന്മാരുടെയും കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ കർത്താവിൻ്റെ ജോലി ചെയ്യുന്നവൻ അങ്ങനെ ധരിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്താണ്? ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. കൈയടിച്ച് കർത്താവിനെ വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി രോഗികളെ പോയി കാണുന്നവരെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ശുശ്രൂഷിക്കാൻ പോകുന്നവരെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ശുശ്രൂഷിക്കുന്നതിന് എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 Petrus 4:11. 1 Petrus 4:11. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ഇപ്പൊ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സാക്ഷ്യം കൊടുക്കും. ഈ സാക്ഷ്യം പറയുന്ന എല്ലാവരും അത് പറയുന്നുണ്ട്. അവർ വെളുപ്പിനെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി കിടപ്പ് രോഗികൾക്കും നിൽപ്പ് രോഗികൾക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ എന്ത് ചെയ്യണം? ഇപ്പോൾ തറവാട്ടിൽ പോയി പ്രായമുള്ളവരെ ചെറിയൊക്കെ പിടിച്ച് കിടക്കുന്നവരെ കുളിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഞാൻ കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കണം എന്നല്ല പറയേണ്ടത്. ശുശ്രൂഷിക്കുന്നത് എന്ത് ചെയ്യണം? റീഡ് അഗൈൻ. ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. എന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി എന്ന് പറയുമ്പോഴേ അതൊക്കെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ എന്ത് കുറച്ച് ഒന്നാമത്തെ ഈ തറവാട്ടിൽ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ കുളിപ്പിക്കാൻ പോകത്തില്ലേ? എന്തുകൊണ്ടാണ് പോണത്? അവിടെ ആളില്ലാഞ്ഞിട്ടാണ്. ആളുണ്ട്. അവിടെ മരുമകളെ ഏതെങ്കിലും ഒരുത്തി ഉണ്ടാവുമല്ലോ. അവിടെ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൈ ഒഴിയാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും മക്കളായിട്ട് പെൺമക്കളായിട്ടുള്ളവരും അതുപോലെ നാത്തൂന്മാരായിട്ടുള്ളവരും വീട്ടിൽ പോയി അത് ചെയ്യണത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യാൻ സംഭവിക്കാൻ പോകണം? എന്താ, നിങ്ങൾ ഈ അമ്മായിയപ്പനെ അല്ലെങ്കിൽ അപ്പാപ്പനെ കുളിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ആ തറവാട്ടിൽ താമസിക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഗെയിം കളിക്കായിരിക്കും കാണിച്ച് ചെയ്യണത് എന്ന് ചിന്തിക്കേ. അപ്പോൾ നിങ്ങൾ അവിടെ തന്തക്കം പിടിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ഇവൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് എന്താ കാര്യം? മനസ്സിലായി? അപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് കാര്യം മനസ്സിലായി, സിറ്റുവേഷൻ മനസ്സിലായ? നിങ്ങൾ ഈ തറവാട്ടിലെ രോഗികളെ, കിടപ്പ് രോഗികളെ കണ്ട് കഴുകാനും കുളിപ്പിക്കാനും ചെല്ലുമ്പോൾ അതവിടെ ചെയ്യേണ്ട ആൾക്കാർ അവിടെ നിന്നിട്ട് വീഡിയോ ഗെയിം കാണുകയോ അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ചെല്ലണ ഇഷ്ടമില്ല. കാര്യം എന്താണ്? അവരെ കൊച്ചാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ചെല്ലണത്. തന്നെയല്ല, അവർ ചെയ്യണില്ലല്ലോ അത്. അപ്പോൾ 2 ശത്രുതയെ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം. അപ്പോൾ ഈ കാശ് കൊടുത്ത് കടിക്കണ പട്ടണം മേടിക്കാനുണ്ടാ, പക്ഷെ മേടിക്കേണ്ടി വരും. കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചില്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാര്യം ശുശ്രൂഷയുടെ പിശാച്, എതിരെ പിശാച് അവിടെ ഇരിപ്പുണ്ട്. അവൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അവിടെ എതിരെ പിശാച് അവിടെ ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു എന്ന് പറയണത് എന്താണ്? ക്രിസ്തുവിനെതിരെ വരുന്ന എല്ലാം അന്തിക്രിസ്തുവാണ്. ക്ലിയർ അല്ലേ? അവസാന കാലങ്ങൾ വരുന്ന കക്ഷിയല്ല. അതായത് ക്രിസ്തുവിൻ്റെ അരൂപിക്കെതിരെ വരുന്ന ആരായാലും അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു ലോകത്ത് നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ? ചിലപ്പോൾ നിൻ്റെ നാത്തൂനായിരിക്കും, ചിലപ്പോൾ നിൻ്റെ മരുമകളായിരിക്കും, അമ്മായിയമ്മയൊക്കെ അയൽവാസിയായിരിക്കും, പക്ഷേ കക്ഷി അന്തിക്രിസ്തു ആയിരിക്കും. ക്രിസ്തു. 1 യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു. എന്താ പറയണത്? എന്താ പറയുക? യേശുവിനെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കണേ? ആ വീട്ടിലാണ് അപ്പാപ്പനുള്ളത്. അങ്ങനെയൊക്കെ അയാൾക്ക് നടക്കാൻ പറ്റണില്ല, കിടപ്പാണ്, തൂറുമുള്ളും എല്ലാം കട്ടിലെ തന്നെയാണ്.
അതിനകത്തിൻ്റെ ചൂടുവെള്ളം നനച്ച് കുളിപ്പിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ആളാണ് അവിടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, അന്തിക്രിസ്തു. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ അവരുടെ അടുത്തേക്കാണ് ചെല്ലണത്. അപ്പോഴെന്താ ചെല്ലണത്? നിങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ച പോലെ ശുശ്രൂഷിക്കണമെന്ന് പറയുന്നത്. നേരത്തെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പോകാൻ, അല്ലെങ്കിൽ നമുക്ക് ഈടറവുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിടിച്ചിലുണ്ടാകും. എനിക്കെന്ത് കാര്യം? നമ്മളെന്താ പറയണത്? അപ്പൻ്റെ ഓഹരി തിന്നണത് അവളല്ലേ? പാറ്റാപ്പഴുക്ക് ഉണങ്ങണതാണ് എന്തിനാ? എള്ള ഉണങ്ങണത് എണ്ണ കിട്ടാൻ, അവരാണ് എള്ള്, നമ്മൾ പാറ്റാപ്പഴുക്കല്ലേ, എന്തിനാണ് ഉണങ്ങണതെന്ന് ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിനെതിരായിട്ടുള്ള അരൂപികൾ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉള്ളത് കാരണം നമുക്ക് ശക്തി വേണം. അതുകൊണ്ടാണ് 1 പത്രോസ് 4:11 പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് പോയി ശുശ്രൂഷിക്കേണ്ടത്. കാര്യം എന്താണ്? ശക്തി കെടുത്താൻ വേണ്ടി അന്തിക്രിസ്തു അവിടെ തന്നെ ഓൾറെഡി ഉണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. അന്തിക്രിസ്തു 1 യോഹന്നാൻ 4:3. 1 യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തിക്രിസ്തു ഇപ്പൊ തന്നെ ഉണ്ടെന്ന്. എന്താ കാര്യം? അവളുടെ ഉത്തരവാദിത്തത്തിൽ ആ മനുഷ്യൻ്റെ ഓഹരി കൊണ്ടാണ് ഇവൾ ജീവിക്കണത്. അവളുടെ ഭർത്താവും മക്കളും ജീവിക്കണതെല്ലാം ആ മനുഷ്യൻ നേടിയെടുത്ത ഓഹരി കൊണ്ടാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ മേത്ത് വെള്ളം പോലും ഒഴിക്കത്തില്ല. അതാണ് ക്രിസ്തുവിൻ്റെ അരൂപിയില്ലാത്ത ആത്മാവ് അന്തിക്രിസ്തുവാണ് ഇപ്പം തന്നെ ഉണ്ടെന്ന്. അവരായിരിക്കും നിങ്ങളുടെ ശത്രു. അതുകൊണ്ട് അവരുടെ ശത്രുവിനെ അതിജീവിച്ചുകൊണ്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്കെന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി വേണം. അതുകൊണ്ടാണ് 1 പത്രോസ് 4:11 പറയണത്. അപ്പോൾ പ്രേക്ഷിത വേല എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് നിങ്ങൾ തന്നെ ശക്തീകരിക്കുകയും ദൈവത്തിന് ശക്തി ആർജിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഓപ്ഷനാണ്. നിങ്ങളെക്കൊണ്ട് നിങ്ങളെ വിളിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, അന്തിക്രിസ്തുക്കളുള്ള നാട്ടിലെ നിന്റെ സത്യനാമത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണം. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്തരം അന്തിക്രിസ്തുവിൻ്റെ അവതാരങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അത് കുടുംബങ്ങളിലായാലും ആശുപത്രിയിലായാലും എല്ലായിടത്തും അന്തിക്രിസ്തുവിനെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാൻ പറ്റണത് എന്താണ്? മുറുമുറുപ്പുണ്ടാകും ഓരോ തരത്തിൽ. അങ്ങനെയുള്ള മുറുമുറുപ്പുണ്ടാകുമ്പോഴേ നിങ്ങളുടെ ചൈതന്യം നിങ്ങൾക്ക് എടുത്തിക്കളയും. അത് ബൈബിൾ എന്താ പറയണത്? ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഇങ്ങനെയുള്ള ആൾക്കാർ കൈ കൊടുക്കാൻ പോകരുത്, അതിൻ്റെ പേര് അവരുമായിട്ട് മുറുമുറുപ്പ് ഉണ്ടാക്കരുത്. ഫിലിപ്പിയർ 2:14-15. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഫിലിപ്പിയർ 2:14. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2:14. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഈ കക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണത്? മുറുമുറുപ്പുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ അവരെങ്കിലും പറയും, പിശാച് വന്നിട്ടുണ്ടെന്ന് അവർ പറയും. നമ്മളെ കാണുമ്പോൾ നമ്മൾ പഠിക്കേട്ട് നമ്മൾ നെഴുതി കാണുമ്പോൾ തന്നെ പിശാച് ഇറങ്ങിയിട്ടുണ്ടോ, എന്ത് വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കും. അവർ നമ്മൾ വിളിക്കും. അപ്പോൾ തന്നെ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജാമ്യത്തിലെടുക്കണത്. ബൈബിള് നിങ്ങൾ എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയണത്. അങ്ങനെ പറഞ്ഞാൽ ഈ കൃപ പോകും. അതുകൊണ്ട് ഫിലിപ്പിയർ 2:14 ഒന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. എന്താ തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെയ്യേണ്ട ജോലിയല്ലേ നിങ്ങൾ ചെയ്യാൻ പോണത്? ആ വീട്ടിലെ ഈ കിടപ്പ് രോഗിയുടെ ആസ്തി മുഴുവനും കൈകാര്യം ചെയ്യണത് എന്താണ്? അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തർക്കം ഉണ്ടാകും. അവരല്ലേ ഇത് കൈകാര്യം ചെയ്യണത്, നമുക്കെന്ത് കാര്യമൊക്കെ ചെയ്യാൻ എന്ന് നമുക്ക് തോന്നും. നാട്ടുകാരെ കുളിപ്പിച്ചാൽ ഈ പണ്ടാരത്ത് കുളിപ്പിക്കേണ്ട കാര്യം ഇരിക്കില്ലെന്ന് പറയും. അതാ തർക്കം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വാഭാവിക മാനുഷ്യമായിട്ട് ഇങ്ങനെ തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിങ്ങൾ വചനം ജാമ്യത്തിലെടുക്കുന്നത്. എന്താ പറയണത്? ഫിലിപ്പിയർ 2:14 ഇതൊന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞേ. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അടുത്ത വായിച്ചേ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇവരുടെ മധ്യയാണ് ഇവർ പറഞ്ഞാൽ ഇവർ ഇരുട്ടാണെന്നാണ് മജാൻ പറയണത്. ഈ ടൈപ്പ് പാർട്ടിക്കാർ ബേസിക്കായിട്ട് എന്താണ്? ഇരുട്ടാണ്. ഇവിടെ മധ്യ നമ്മളെന്താണ്? മറ്റൊരു ഇരുട്ടായിട്ട് മാറരുത്.
നിങ്ങൾ മത്സരമായിട്ട് പോയി കഴിഞ്ഞാൽ അവരെക്കാൾ വില ഇരുട്ടായിട്ട് നിങ്ങൾ മാറും. അതുകൊണ്ട് അവിടെ മധ്യേ നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചമായി മാറണം. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനപരിപാടികൾക്ക് നന്ദി പറയുന്നു. ഈശോയെ, നിന്റെ സൽപ്രവൃത്തികളുടെ പ്രവൃത്തികളുടെ വെളിച്ചമായി ഞങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ പ്രകാശിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു ടോക്ക് കേട്ടായിരുന്നു. വൈദികരെക്കുറിച്ച് പറഞ്ഞ ഒരു ടോക്കാണ് കേട്ടത്. അത് വലിയ ആഘോഷമായിട്ട് കെട്ടിയെഴുന്നള്ളിച്ചാണ് ആ പറഞ്ഞ കക്ഷി പറഞ്ഞത്. വൈദികൻ ബേസിക്കായിട്ട് ഒരു മനുഷ്യനായിരിക്കണമെന്ന്. എന്തൊരു മണ്ണാങ്കട്ട വർദ്ധനമാണ് പറഞ്ഞിരിക്കുന്നത്. പിണ്ണാക്കാണ്. എന്താ സംഭവിച്ചിട്ടുണ്ട്? ഒരു വൈദികൻ എന്നല്ല, ഒരു വിശ്വാസി ബേസിക്കായിട്ട് ക്രിസ്തു ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ക്രിസ്തു ആകുന്നത്. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഈ അന്തിക്രിസ്തുക്കളുടെ മുമ്പിൽ, ഇരുട്ടിൻ്റെ മുമ്പിൽ വെളിച്ചമായി പ്രഘോഷിക്കുമ്പോൾ യു വിൽ ബി എ ക്രൈസ്റ്റ്. ഉടമ്പടി നിങ്ങളെ ക്രിസ്തുവാക്കും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ, കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ മറ്റൊരു ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.